सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. യുവരാജാവ് റോമി വരുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം കാണിച്ചു തരാം. ഇത് നല്ല സ്ഥലമാണ്. നീ ഇപ്പൊ എന്നോടൊപ്പം വന്നില്ലെങ്കിലേ നിന്നെ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. ശിവ, നീ പോ, ഞങ്ങൾ നിന്റെ പുറകെ തന്നെ വരാം. ഞങ്ങൾക്കും നിങ്ങളുടെ ഗ്രാമം ചുറ്റി കാണാനല്ലോ. ആ വരൂ വരൂ, നമുക്ക് എല്ലാവർക്കും ചുറ്റി കാണാനേ. ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണിക്കണം. വരൂ, നമുക്ക് ഇവിടുന്ന് താഴേക്ക് ചാടാം. നിന്റെ ഫ്രണ്ട് ശിവയ്ക്ക് ഇങ്ങനെ ചാടാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. ശിവ, നീ ഭയങ്കര ധൈര്യശാലിയാ. ഓ താങ്ക്സ്, വളരെ നന്ദി. അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനിപ്പോ മുകളിലേക്ക് പോകും, നിങ്ങൾ താഴേക്ക് വീഴും. കലക്കിയിട്ടുണ്ട്. നീ ധൈര്യശാലി മാത്രമല്ല, ബുദ്ധിശാലിയും കൂടിയാ. ശരിക്കും നീ ധൈര്യശാലി തന്നെയാ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ശിവ, ഞാനും നിന്റെ സുഹൃത്തായിക്കൊള്ളട്ടെ? ഓ യെസ്, വൈ നോട്ട്. സുഹൃത്തേ, വരൂ വരൂ വരൂ, മത്സ്യം പിടിക്കാനുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരാർത്ഥി ഇതാ ഈ സൈക്കിളിൽ ഇരിക്കുന്ന ശിവയാണ്. രണ്ടാമത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയണ്ടേ? ഈ മാഡ് മണ്ടൂസ. അവരവരുടെ മോഡേൺ സ്കൂട്ടറിലാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ ചെറിയ കുട്ടിയോട് ഞങ്ങളോട് മത്സരിക്കാൻ പോകുന്നേ. ഈ ഫ്ലൈയിങ് മോഡേൺ സ്കൂട്ടറിനോട് ഈ ചെറിയ കുട്ടി സൈക്കിളിൽ എന്തോന്ന് കാണിക്കാനാണ്? കഷ്ടം. ഐ എം സോറി ശിവ, ഇവർ പറയുന്നതല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നിന്റെ സൈക്കിൾ കൊണ്ട് എന്റെ സ്കൂട്ടറിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലടാ. ശിവ, ഇവര് പറയുന്നത് വളരെ ശരിയാണ്. കേട്ടില്ലടാ കുട്ടി, നിന്റെ ഗ്രൂപ്പിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് ഈ ഇൻസ്പെക്ടറിന് മാത്രമാണ്. മര്യാദക്ക് ഇയാള് പറയുന്നത് കേൾക്ക്. ഈ മത്സരം തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ജയിക്കും. നിങ്ങൾ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന മഞ്ഞിന്റെ അടിയിലെ വെള്ളമുണ്ട്. അതിന്റെ അകത്തേക്ക് ഞങ്ങള് ഈ മീനുകളെ ഇടും. ഈ മീനുകളെല്ലാം സമുദ്രത്തിലേക്ക് നോക്കി നീന്തിപ്പോവും. പക്ഷേ നിങ്ങൾ എല്ലാവരും മഞ്ഞിന്റെ മുകളിൽ കൂടെ തന്നെ പോയിക്കൊണ്ട് താഴേക്ക് നോക്കിക്കൊണ്ട് തന്നെ തിളങ്ങുന്ന മീനുകളെ നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് പിടിക്കേണ്ടതാണ്. ആ അമ്പ് മീനിന്റെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ആ അമ്പിൽ നിന്ന് ഒരു വല പുറത്തേക്ക് വരുന്നതാണ്. അത് മീനിനെ കൃത്യമായി നോക്കി പിടിച്ചോളും. ആരാണോ ആ മീനിനെ ആദ്യമായി വേട്ടയാടി പിടിക്കുന്നത് അവരാണ് ഈ മത്സരത്തിന്റെ വിജയി. ബോസേ, നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ? പ്ലോണറ്റോറിയം എടുത്തിട്ട് ഇവിടുന്ന് പോവാന്നേ. നീ ഇത് എൻജോയ് ചെയ്യേ ഗിർഗട്ടെ, എൻജോയ് ചെയ്യേ. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാലോ. പക്ഷെ ആദ്യം ആ പ്ലൂണറ്റോറിയം കല്ല് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അടുത്ത് അങ്ങനെയുള്ള മലയുള്ളതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്യാതെ, എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എന്നിട്ട് ഇഡ്ഡലിയും ദോശയും കഴിക്കാം. എല്ലാവരും തയ്യാറായിക്കോളൂ. ഈ മീനുകളോ? ഇത് എത്ര ഉണ്ടാവും? 1 2 3 4. ഇത് ശരിക്കും തിളങ്ങുന്നുണ്ടല്ലോ. 1 2 3 4. 1 2 3 4. എന്താ ഇത്? 4 എണ്ണുമ്പോഴേക്കും ഇത് തിളങ്ങുന്നുണ്ടല്ലോ.
ശിവ അത് കണ്ടോ? 4 എന്ന് കൗണ്ട് ചെയ്തതിനു ശേഷം അതിലൊരു മീൻ തിളങ്ങുന്നു. നീ അമ്പെയ്യുന്ന മുമ്പ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ഓക്കെ രേവ, ഞാൻ ഈ കാര്യം മറക്കില്ല. ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം. ഓക്കെ ബോസേ, ഓക്കെ. പോയി പോയി, എന്റെ ഉന്നം തെറ്റി. എന്തുവാടേ നോക്കി നിൽക്കുന്നത്? വേഗം അമ്പ് വിട്. ശരി ബോസേ. അമ്പയ്യേ. എടാ ഗിർക്കട്ടറാലെ, നീ എന്തായി ചെയ്യുന്നത്? എന്റെ നേരെ വിടാനല്ല പറഞ്ഞ, ഫിഷിന്റെ നേരെ വിടറാ. ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ? അമ്പയ്യാ നോക്ക്. ഒന്ന് വേഗം ആവട്ടെ. യെസ്. ആ ശിവയും നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവനെ കടത്തി വിടരുത്. അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവൻ ഈ മത്സരത്തിൽ തോറ്റേ മതിയാവും. ഓക്കെ ബോസേ. ഞാൻ ഇപ്പൊ മത്സ്യം പിടിച്ച് കാണിച്ചു തരാം. ശിവ, ദേ അങ്ങോട്ട് നോക്കിയേ. ലഡു സിംഗ് സാറ് മോളി പറക്കുവാ. കൂട്ടുകാരെ, ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ മാത്രം പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങണം. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ബൈ ശിവ, ഓൾ ദി ബെസ്റ്റ്. ഈ മാഡ്മെന്റ് സാറാണത്. ഇപ്പൊ ശിവയെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇഡലിയും ദോശയൊക്കെ തിന്നുന്നവനാ. നീ അമ്പെയ്യുന്നത് മുൻപ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ശരി രവ, ഞാനിത് മറക്കില്ല. 1 2 3 4. മഹാരാജാവേ, ദാ പിടിച്ചോളൂ നിങ്ങളുടെ ഫിഷ്. വളരെ നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് ഏർപ്പാട് ചെയ്യൂ. എടാ, നീ ഇവിടെ ഡാൻസ് കളിക്കാൻ വന്നത്
സഹോദരന്മാരെ, ഇന്ന് എന്റെ മകൻ റൂമിയുടെ പിറന്നാളാണ്. ആ ദൈവം ഇവന് ദീർഘായുസ് നൽകട്ടെ. കേക്കൊന്നും മുറിക്കില്ലേ? കേക്കോ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളൊക്കെ പിറന്നാളിന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യും. അതിനെയാണ് കേക്ക് എന്ന് പറയാ. എന്നാ കേക്ക് ഉണ്ടാക്കൂ, എനിക്കും കേക്ക് കഴിക്കണം. കേക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കേക്ക് കരയല്ലേ? വേണം. എണീക്ക്. എനിക്ക് കേക്ക് കരയല്ലേ മോനെ? വേണം. എനിക്ക് വാശി കേക്ക് പിടിക്കല്ലേ? വേണം. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് കേക്ക് എല്ലാരും നിന്നെ നോക്കി ചിരിക്കാം, മിണ്ടാതിരിക്ക. നിങ്ങളിപ്പോൾ കേക്കിനെ കുറിച്ച് സംസാരിച്ച് ശരിയായില്ല. ഇപ്പൊ അവൻ കേക്ക് കിട്ടാതെ സമാധാനമാവുകയില്ല. അവൻ ഭയങ്കര പിടിവാദക്കാരന്. എല്ലാവരും രക്ഷപ്പെട്ടോളൂ, വേഗം വേഗം ഓടിക്കോളൂ. ഓ, ഇവര് ഇവിടെ എത്തിയോ? ആരാടാ ഇവൻ? അമ്മേ, അവൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, ഡെലിവറി ബോയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണമോ? ആരാണ് നീ? എവിടെന്നാ വന്നിരിക്കുന്നത്? മാജിക്, ഇത് മാജിക് അല്ലേ? മഹാരാജാവേ, ഇത് മാജിക് അല്ല, ഇത് സയൻസ് ആണ്. ഇനിയും 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. നിൽക്ക്, ഇവിടെ തന്നെ നിൽക്ക്. ഇദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഇദ്ദേഹം പ്രിൻസ് റോമിക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വരൂ സയന്റിസ്റ്റോ, പ്രിൻസിന് വേണ്ടി നമുക്ക് കേക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിൻസ് റോമി. ഇതിന്റെ പേരാണ് കേക്ക്. കേക്ക്. ബോസേ, എനിക്കും കേക്ക് കഴിക്കാൻ തോന്നുന്നു. എടാ, നീ എന്താ അവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? എപ്പോ നോക്കിയാലും ഭക്ഷണം ഭക്ഷണം. ടൈഗർ പാന്തർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സയന്റിസ്റ്റിന്റെ ലാബിൽ ചെന്ന് എല്ലാ വയറും കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പറ്റിയെങ്കിൽ കറണ്ട് ഓഫ് ചെയ്തേക്ക്. ഓക്കേ ബോസ്. അതെ, എന്റെ ചെവി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇതിങ്ങനെ ഊതാനുള്ളതല്ല, തലയ്ക്കുമേത് ഇടാനുള്ള തൊപ്പിയാണത്. കണ്ടോ, ഇപ്പൊ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? ഓക്കേ പ്രിൻസ്, ഇപ്പൊ കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനല്ല, ഇത് ഇങ്ങനെ മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാഡം മാൻഡോസയുടെ ശ്രദ്ധ മുഴുവനും എന്റെ അടുത്താണ്. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. ശിവ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ മാഡം മാൻഡോസ അവന്റെ ആളുകളെ വെച്ച് എന്റെ ലാബ് മുഴുവനും നശിപ്പിക്കും. അത് ഉറപ്പാണ്. ഇവരെ എല്ലാവരെയും നല്ല ഫ്രണ്ട്സ് ആക്കിയല്ലോ. ഹലോ സയന്റിസ്റ്റ് സാറേ, എത്ര നാളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്. ഒന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് പോയാൽ എങ്ങനെയാ? ഒന്ന് സംസാരിക്കും സാറേ. എടാ ക്രിക്കറ്റ്, ആ സയന്റിസ്റ്റ് എങ്ങോട്ടാ പോയത്? എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളിച്ചാലോ? തീർച്ചയായിട്ടും. Watch India's largest kids library only on Jio Hotstar. Download the app now.